ഗൈസ് നമ്മളിന്ന് കൂൺ വളർത്താൻ പോവാണ്. ഈ കൂണിന്റെ പേര് നമ്മ അരിക്കൂൺ. നമുക്ക് ഈ കൂൺ ഇങ്ങനെ വളർത്താൻ നോക്കാം. സൂപ്പർ സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അരിക്കൂൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കതെങ്ങനെ വളർത്താമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കൂൺ ക്ലീൻ ആക്കി എടുക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ വേറെ ഇങ്ങനെ കണ്ടിച്ച് വേണം ഇങ്ങനെ നമുക്ക് കൂടിലേക്ക് നമ്മൾ കൂണിങ്ങനെ വൃത്തിയാക്കി എടുക്കണം. നമുക്ക് എല്ലാ കൂണും വൃത്തിയാക്കി എടുക്കാം. നമുക്ക് ഈ കൂണ് ഇതുപോലെ നമുക്ക് മൊത്തം വൃത്തിയാക്കി എടുക്കണം. ഇനി മൊത്തം വൃത്തിയാക്കി എടുത്തിട്ട് വേണം നമുക്ക് ഗൈസ്. നമുക്ക് ഇത്രയും കൂണാണ് ഗൈസ് കിട്ടിയോളൂ. ബാക്കിയുള്ള കൂണിലത് മൊത്തം ചെടി കേട്ടോ ഗൈസ്. കണ്ടോ, മൊത്തം ചെടിയായി പോയി. അത് തന്നെ നമ്മൾ ഇത്രയും കൂണാണ് എടുത്തോളൂ. നമുക്ക് ഈ കൂൺ പിന്നെ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കഴുകിയെടുക്കണം. ഇത് കൂൺ കഴുകണം ഗൈസ്. ഗൈസ് കണ്ടോ ഗൈസ്, കൂൺ നമ്മൾ കഴുകിയെടുക്കണം. നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മൾ മഞ്ഞപ്പൊടി തിരുമ്മി വെക്കണം കൂണിൽ. നമുക്ക് കൂൺ വളർത്താൻ ഇച്ചിരി കറിവേപ്പില വറക്കണം. അപ്പോൾ നമ്മൾ കുറച്ചെടുത്ത് കറിവേപ്പില. അപ്പോൾ നമുക്ക് ഇനി കൂൺ വളർത്താൻ എങ്ങനെയാന്ന് നോക്കാം. നമ്മളിലേക്ക് കറിവേപ്പില ഇട്ടുവിട്ടോ ഗൈസ്. കണ്ടോ, നമുക്ക് മഞ്ഞപ്പൊടി ഇടണം ഗൈസ്. നമുക്ക് ഇനി മഞ്ഞപ്പൊടി ഇടണം, പിന്നെ ഉപ്പ് ഇടണം. നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തുവിട്ടോ ഗൈസ്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് മഞ്ഞപ്പൊടി വേണം ഗൈസ്. നമുക്ക് ഇനി മഞ്ഞപ്പൊടി എടുക്കണം. മഞ്ഞപ്പൊടി ഇടണം ആവശ്യത്തിന് ഗൈസ്. നമ്മൾ കണ്ട മഞ്ഞപ്പൊടി ഇടുവാണ് ഇനി. കണ്ടോ, ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ മഞ്ഞപ്പൊടി ഇട്ട്. നമ്മൾ മഞ്ഞപ്പൊടി ഇടണം, എന്നാലാണ് കൂണിൽ വിഷമൊക്കെ ഉണ്ടെങ്കിൽ പോകുള്ളൂ. നല്ല അരിക്കൂണാണ് ഗൈസ്. ഇന്ന് പറിച്ചെടുത്തുള്ളൂ ഗൈസ്. ഗൈസ് മഞ്ഞപ്പൊടി ഇടുന്നതിൻ്റെ ഉപയോഗം എന്നാന്ന് വെച്ചാൽ, ഇത് കൊള്ളാത്ത കൂണാണെങ്കിൽ കറുത്ത് വരും മഞ്ഞപ്പൊടി ഇടുമ്പോൾ. അതാണ് മഞ്ഞപ്പൊടിയുടെ ഉപയോഗം. ഗൈസ് നമ്മൾ അമ്മു പിന്നെയും മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. മുളക് വേണം, ഇച്ചിരി ആവശ്യത്തിന് മുളക് പൊടി. നമുക്ക് ഇച്ചിരി ചുവന്നുള്ളി. അമ്മ ഒരു മുറി എടുത്തോ, എടുക്ക. നമ്മൾ തേങ്ങ എടുത്തു. ഇനി നമുക്ക് തേങ്ങ എടുക്കുക. ഇനി തേങ്ങ ചേരണ്ട ഗൈസ്. നമുക്ക് തേങ്ങ ചേരണ്ട ഗൈസ്. നമുക്ക് ചേരണ്ട. നമുക്ക് ഇനിയും തേങ്ങ ചേരണ്ടിരുന്നു ഗൈസ്. അമ്മു ഞാൻ എല്ലാവരും കൂടി തേങ്ങ ചേർത്തിട്ടുണ്ട്. അങ്ങനെ തേങ്ങ എടുക്കാം. അമ്മു തേങ്ങ ഗൈസ്. നമ്മൾ ഗ്യാസ് കത്തിച്ച് നമുക്ക് ചീഞ്ചട്ടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എണ്ണ ഒഴിക്കാം ഗൈസ്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കണ്ട ഗൈസ്, ഇതെല്ലാം നമുക്ക് വേണം. കൂൺ, പിന്നെ ഇച്ചിരി സവാള, പിന്നെ മുളക്, തേങ്ങ, പിന്നെ നമ്മൾ എണ്ണയിലേക്ക് കടുകിട്ട് കൊടുത്തിട്ട് ഗൈസ്. നമുക്ക് സവാളയും പിന്നെ നമ്മൾ മുളക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങ ഇട്ട് വേണം. തേങ്ങ ഇട്ടു. നമുക്ക് നന്നായി ഇളക്കാം ഗൈസ്. നമ്മൾ കൂണിട്ട് കൊടുക്കുന്നതിനകത്തേക്ക് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഗൈസ്. നമ്മൾ കൂണിട്ട് കൊടുക്കുന്നതിന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മൂടി വെക്കാം. ഇനി തുറക്കണം. അങ്ങനെ ഇളക്കി കൊടുക്കാം. കൂൺ റെഡി ആവാറായിട്ടുണ്ട് ഏകദേശം. തുറക്കണ. അങ്ങനെ ഇളക്കി കൊടുക്കാം. കൂൺ റെഡി ആവാറായിട്ടുണ്ട് ഏകദേശം. നമ്മുടെ കൂൺ വെച്ചിട്ട് 10 മിനിറ്റ് ആയപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. റെഡി ഗൈസ്. നമ്മൾ കൂൺ തുറന്നു നോക്കുകയാണ്. നമുക്ക് ഗ്യാസ് കുറച്ചിടണം. എന്നിട്ട് നമ്മൾ തുറന്നു നോക്കുകയാണ് ഗൈസ്. ഗൈസ് നമുക്ക് റെഡി ആയെന്ന് തോന്നുന്നു. നമുക്ക് ഇളക്കി നോക്കാം. ഗൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂൺ നന്നായി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൂൺ ഇനി പാത്രത്തിലേക്ക് മാറ്റാം ആദ്യം ഗൈസ്. നമുക്ക് കൂൺ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കണ്ടോ ഗൈസ്, അങ്ങനെ കൂൺ നന്നായി റെഡി ആയിട്ടുണ്ട് ഗൈസ്. നല്ല വെറൈറ്റി കൂണാണ് നമ്മൾ വളർത്തിയിട്ടിരുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ് ഗൈസ്. ഇത് അരിക്കൂണാണ്, അത് തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ അമ്മൂന്ന് വിളിക്കാം ഗൈസ്. കണ്ടോ, നമ്മൾ കൂൺ മൊത്തം എടുത്തിട്ടുണ്ട് ഗൈസ്. നല്ല മണമാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെന്ന് പറ അമ്മു. നല്ല അടിപൊളിയായിട്ടുണ്ട്
നിങ്ങളെ വീട്ടിൽ കൂൺ കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഗൈസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഇച്ചിരി എടുത്തു നോക്കാം. ഗൈസ് അടിപൊളിയാണ് ഗൈസ്, അടിപൊളി. നിങ്ങൾ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കണം. കൂണിപ്പോൾ കിട്ടുന്ന സമയമാണ്. മഴക്കാലത്ത് നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ പറമ്പിലൊക്കെ നിൽക്കുന്ന നന്നായിട്ട് കിട്ടുന്ന കുറേ കിട്ടുന്ന വിഭവമാണ് നമുക്ക് കൂൺ. അപ്പോൾ നമുക്ക് കൂൺ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്.